എം മുകേഷ് MLA മൂന്നാം പ്രാവശ്യവും മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ ചർച്ച. എന്നാൽ CPIM ഇപ്രാവശ്യം എം മുകേഷ് MLA കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ഏറ്റവും വലിയ ചർച്ച കൊല്ലത്തേതും ഇതുതന്നെയാണ്, എം മുകേഷ് MLA ഒഴിവാക്കിയ കാര്യം. എം മുകേഷ് MLAയ്ക്ക് പകരം ഇത്തവണ മത്സരിക്കുന്നത് S ജയമോഹൻ ആയിരിക്കും. അദ്ദേഹം ഇപ്പോൾ CPIMൻ്റെ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയാണ്. മാത്രവുമല്ല, അദ്ദേഹത്തെ നേരത്തെ തന്നെ അവിടെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം കൂടി എം മുകേഷ് MLAയ്ക്ക് നൽകണം എന്ന ആവശ്യം പാർട്ടി തന്നെ മുന്നോട്ട് വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം എം മുകേഷ് MLA അവിടെ മത്സരിച്ചത്. പക്ഷേ കാര്യമായ തരത്തിൽ ഒരു ചലനമുണ്ടാക്കാൻ എം മുകേഷ് MLAയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. മാത്രവുമല്ല, ആദ്യ പ്രാവശ്യം ജയിച്ചതിനേക്കാൾ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരുന്നു എം മുകേഷ് MLA കൊല്ലത്ത് നിന്നും വിജയിച്ചത്. കൊല്ലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDFന് വലിയ തരത്തിലുള്ള പരാജയം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാലാകാലങ്ങളായി CPIMൻ്റെയും ഇടതുമുന്നണിയുടെയും കൈവശമുണ്ടായിരുന്ന കൊല്ലം കോർപ്പറേഷൻ നഷ്ടമായി അവിടെ UDF ഭരണത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കോർപ്പറേഷൻ ആയതിനു ശേഷം ഇതുവരെയായും UDFന് അവിടെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്രാവശ്യം UDF അവിടെ അധികാരത്തിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രവുമല്ല, ഇടതു മുന്നണിയുടെ ഏറ്റവും വലിയ കോട്ട, ചുവന്ന കോട്ട എന്നൊക്കെയാണ് കൊല്ലത്തിനെ അറിയപ്പെടുന്നത്. ആ കൊല്ലത്ത് ഇത്തവണ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള പരാജയം ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ. പാർട്ടിയും അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ആകെ ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് കാര്യമായൊരു നേട്ടം കൈവരിക്കുവാൻ LDFന് കഴിഞ്ഞിട്ടുള്ളത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലുമൊക്കെ കാര്യമായ തരത്തിലൊരു മത്സരം UDFും കാഴ്ചവെച്ചിരിക്കുന്നു. ഇനി സീറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ CPI ആണ് അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പുനലൂർ, അതുപോലെ തന്നെ ചാത്തന്നൂർ, കരുനാഗപ്പള്ളി, ചടയമംഗലം, ഈ 4 ഇടങ്ങളിലാണ് CPI മത്സരിക്കുന്നത്. ഈ 4 ഇടങ്ങളിലും കഴിഞ്ഞ പ്രാവശ്യം 3 വിജയിച്ചു. കരുനാഗപ്പള്ളിയിൽ പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ ടേം വ്യവസ്ഥ കർശനമാക്കിയതോടുകൂടി തന്നെ PS സുബാൽ അവിടെ മത്സരിക്കത്തില്ല. പകരം സാം ആണ്. സാം എന്ന് പറയുമ്പോൾ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു സാം ഡാനിയലിനെ ഈ പ്രാവശ്യം അവിടെ മത്സരിപ്പിക്കും പുനലൂരിൽ. ജെ ചിഞ്ചുറാണി ചടയമംഗലത്ത് തുടങ്ങും. ചാത്തന്നൂരിലും മൂന്നാമത്തെ ടേം വ്യവസ്ഥ പൂർത്തിയാക്കിയ GS ജയലാലിനെ ഒഴിവാക്കുകയാണ്. അവിടേക്ക് R രാജേന്ദ്രൻ എത്തുന്നു. കരുനാഗപ്പള്ളിയുടെ കാര്യത്തിൽ ഇതുവരെയായും പാർട്ടിയുടെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ പാർട്ടി അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കാം. CPIMൻ്റെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര മന്ത്രി KN ബാലഗോപാൽ ഇത്തവണയും മത്സരിക്കും. അതിൽ മാറ്റം ഉണ്ടാകില്ല. KN ബാലഗോപാലിനെ ഇത്തവണ എതിരിടുന്നത് CPIM വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ ഐഷ പോറ്റി ആയിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ അല്ലെങ്കിൽ മൂന്നാം മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി NDA സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് വിട്ട് BJPയിൽ ചേക്കേറിയ രശ്മി വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെ വലിയ തരത്തിലൊരു മത്സരം അവിടെ, അതായത് കൊട്ടാരക്കരയിൽ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. കൊല്ലം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം കൊട്ടാരക്കരയായിരിക്കും. അതേസമയം പത്തനാപുരത്ത് മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ മത്സരിക്കും. അവിടെ UDFൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരു പക്ഷേ ജ്യോതികുമാർ ചാമക്കാല മത്സരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നില്ല. പ്രഖ്യാപനം വൈകാതെ തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവർ വിജയിച്ച 2 പ്രധാനപ്പെട്ട സീറ്റുകളാണ് കുണ്ടറയും ഒപ്പം കരുനാഗപ്പള്ളിയും. കുണ്ടറയിൽ PC വിഷ്ണുനാഥ്, അദ്ദേഹം വലിയ മാർജിനിൽ വിജയിച്ചില്ല എങ്കിൽ പോലും അത് പരാജയപ്പെടുത്തിയത് നേരത്തെ മന്ത്രിയായിരുന്ന J മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു. കുണ്ടറ മണ്ഡലം PC വിഷ്ണുനാഥിലൂടെ പിടിച്ചെടുത്തു. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചത്. 29,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി CR മഹേഷ് അവിടെ നിന്ന് മത്സരിച്ചു. CR മഹേഷ് തന്നെയായിരിക്കും ഇത്തവണയും കരുനാഗപ്പള്ളിയിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ഇനി RSPയിലേക്ക് വരുമ്പോൾ RSPക്ക് 3 സീറ്റുകളാണ് കൊല്ലത്ത് നൽകിയിട്ടുള്ളത്. ചവറ, രണ്ടാമത്തേത് കുന്നത്തൂർ, മൂന്നാമത്തേത് ഇരവിപുരത്ത് ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ച് വരുന്നതേ ഉള്ളൂ. RSPയിൽ അവിടുത്തെ LDF സ്ഥാനാർത്ഥി M നൌഷാദാണ്. പക്ഷേ UDFൻ്റെ സ്ഥാനാർത്ഥി RSPയുടെ
പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവരുടെ RYFന്റെ സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹൻ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും അത് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതേസമയം RSP മത്സരിക്കുന്ന മറ്റു 2 സ്ഥലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുന്നത്തൂരിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് പരാജയപ്പെട്ട RYF നേതാവ് ഉല്ലാസ് കോവൂർ തന്നെ മത്സരിക്കും. അതേസമയം അവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കഴിഞ്ഞ 5 പ്രാവശ്യമായി അവിടെ മത്സരിച്ച് ജയിക്കുന്ന കോവൂർ കുഞ്ഞുമോനാണ്. കോവൂർ കുഞ്ഞുമോൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്രനായിട്ടാണ് കോവൂർ കുഞ്ഞുമോൻ അവിടെ മത്സരിച്ചത്. ചവറയിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ മത്സരം നടക്കുന്ന 2 പ്രഗത്ഭർ തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം നടക്കുന്നത് ചവറയിലാണ്. അവിടെ ഷിബു ബേബി ജോൺ മത്സരിക്കുന്നു. എതിരായിട്ട് സുജിത് വിജയൻ പിള്ളയാണ്. അദ്ദേഹം ഇടത് സ്വതന്ത്രനായിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എത്തിയത്. ഒരുപക്ഷെ ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് വലിയ തരത്തിലുള്ള ഒരു മത്സരത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ UDFന്റെ പ്രതീക്ഷ കുറഞ്ഞത് 6 സീറ്റെങ്കിലും അവിടെ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ UDFും പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം RSP എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് അവരുടെ ഒരു പ്രധാന തട്ടകം. അവിടെ അവർക്ക് വിജയിച്ചേ മതിയാവുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 3 ഇടങ്ങളിലും വലിയ തരത്തിൽ അവർക്ക് പരാജയമുണ്ടായി. ആ പരാജയത്തിൻ്റെ കാര്യം അവർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 26.6% വോട്ട് കോൺഗ്രസ് നേടിയിരുന്നു. CPI ആണ് 2ാം സ്ഥാനത്ത്. 17% അവർ വോട്ട്. CPIM 16%, BJP 11%, RSP 10.8%. ഇതാണ് 2021 ഏകദേശ കണക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോളിംഗ് എന്ന് പറയുന്നത് 76.9%. പുതിയ കണക്കനുസരിച്ചുള്ള വോട്ടർമാരുടെ എണ്ണം 25,26,325 ഇരു മുന്നണികളും വലിയ തരത്തിലുള്ള വിജയം പ്രതീക്ഷിക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം.